എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, ചേച്ചി വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി പോവാം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ സാർ എന്നെ തല്ലിയത്. അസോസിയേഷൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഫ്രാക്ചർ ഉണ്ടെന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു പ്രശ്നം മതി, അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം. സാർ ഭയങ്കര ഷോർട്ട് ടേം വേർഡ്, അപ്പോൾ അതിൽ ചെയ്യുന്നതാണ്. അസോസിയേഷന് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ ഈ ആരോപണ വിധേയനായ അഡ്വക്കേറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്തു. വനിതാ കമ്മീഷൻ ഇതിൻ്റെ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കറക്റ്റായിട്ടുള്ള സെക്ഷൻസ് എല്ലാം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകും. നമസ്കാരം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ശ്യാമിലി എന്ന യുവതിയാണ്, അഭിഭാഷകയാണ് ഇത്തരത്തിൽ ക്രൂരമായി സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതായുള്ള പരാതി നിലവിൽ ഉയർന്നു വരുന്നത്. പാറശാല സ്വദേശിയാണ് ഈ ശ്യാമിലി എന്ന അഭിഭാഷക. ഈ അഭിഭാഷകയെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സീനിയർ അഭിഭാഷകനായ ബെയിലിനാണ് അഭിഭാഷകയെ മർദ്ദിച്ചതായി പറയുന്നത്. മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചു എന്നാണ് ഈ ഒരു അഭിഭാഷകയുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും മുഖത്ത് പരിക്കേറ്റ അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ നിലവിലിപ്പോൾ ചികിത്സയിലാണ്. അല്പസമയത്തിന് ശേഷം ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴിയിൽ പറയുന്നത് ഓഫീസിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ്. വഞ്ചിയൂർ മഹാറാണി ബിൽഡിങ്ങിലുള്ള ഓഫീസിൽ വെച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഈ ഒരു അഭിഭാഷകയ്ക്ക് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശ്യാമിലി എന്ന ഈ ഒരു അഭിഭാഷകയ്ക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ ഒരു സീനിയർ അഭിഭാഷകനിൽ നിന്ന് അതിക്രൂരമായ ഇത്തരത്തിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ചില ഓഫീസിലുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ അഭിഭാഷകയ്ക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ശ്യാമിലിയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചത് എന്നാണ് വിവരം. അടിയേറ്റ് താൻ ആദ്യം താഴെ വീണു, അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു എന്നാണ് പറയുന്നത്. കണ്ടു നിന്നവരാരും എതിർത്തില്ല എന്നും ഈ ഒരു പരാതിക്കാരി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതാ നമുക്ക് ഈ മുഖത്ത് കാണുവാൻ സാധിക്കും. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഈ ഒരു യുവതിക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഇവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിന് ശേഷം ഇപ്പോൾ തന്നെ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോലീസ് വന്ന് മൊഴിയെടുത്തു. എന്താണ് പോലീസിനോട് പറഞ്ഞത്? നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രാക്ക് 2-ലായിരുന്നു, വെക്കേഷൻ കോർട്ട്. എനിക്ക് അവിടെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഹിയറിംഗ് കഴിഞ്ഞു. സാറിന്ന് കോടതി വന്നു, പക്ഷേ ഹിയറിംഗ് പറയാൻ നിന്നില്ല. ഞാൻ ആ ഹിയറിംഗ് പറഞ്ഞ് അത് കഴിഞ്ഞ് ഓഫീസിൽ വന്നു. ഒരു 12:30 ആ സമയത്താണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ടൈം അറിയത്തില്ല. അപ്പോൾ സാറിനോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് സാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒന്നുകിൽ വാൺ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, ചേച്ചി വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി പോവാം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാ സാർ എന്നെ തല്ലിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അസോസിയേഷൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ബാർ കൗൺസിലിൽ എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യണം. വനിതാ കമ്മീഷൻ അതെ ഉണ്ട്. അതെ, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 6 months ആയിട്ടേ ഉള്ളൂ. ഫീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞ് വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവാം. നാളെ മെഡിക്കൽ കോളേജിലോട്ട് പോകും. ഫ്രാക്ചർ ഉണ്ടെന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇതുപോലൊരു സംഭവം ഇത്രയ്ക്ക് ഇങ്ങനെയല്ല. അത് ഒരു ഫയല്, അവിടെ ചെറിയൊരു പ്രശ്നം മതി,
അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം. സാർ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ്, അപ്പോൾ അതിൽ ചെയ്യുന്നതാണ്. ഇതും അങ്ങനെ പറ്റിയതാണ്. സാറ് നിൽക്കേ ഞാൻ ആ ജൂനിയറിനോട്, അതായത് എനിക്ക് സീനിയറാണ്, സാറിൻ്റെ ജൂനിയർ, ഞാനിങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ആ പ്രൊവോക്കേഷനിൽ തന്നതാണ്. എന്തായാലും ഈ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ ബാർ അസോസിയേഷൻ നിർണായകമായ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ ഒരു അഭിഭാഷകനെ ഈ ബാർ അസോസിയേഷനിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മറുനാടനോട് ഈ ബാർ അസോസിയേഷനിൽപ്പെട്ട ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോട് തന്നെ പ്രതികരിക്കുകയാണ്. ഈ അസോസിയേഷൻ എന്ത് തീരുമാനമാണ് ഈ ഒരു സീനിയർ അഭിഭാഷകനെതിരെ എടുത്തിരിക്കുന്നത്? അസോസിയേഷന് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ ഈ ആരോപണ വിധേയനായ അഡ്വക്കേറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്തു. പിന്നെ ബാക്കി എല്ലാം അന്വേഷണത്തിനും എല്ലാം നമ്മൾ ഈ പെൺകുട്ടിയുടെ ഇപ്പോൾ ഉണ്ടായിരിക്കും. അതാണ് സമാനമായ സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു ജൂനിയർ അഭിഭാഷക പറയുന്നത്. നമുക്ക് ഇതുവരെ പക്ഷേ ബാർ അസോസിയേഷനിൽ അങ്ങനെ നമുക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായിരിക്കും. അതായത് ഈ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്യും, ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ അസോസിയേഷൻ ഇമീഡിയറ്റ്ലി നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം അതാണ്. നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ബാർ അസോസിയേഷൻ്റെ അംഗത്വത്തിൽ നമ്മളിപ്പം എല്ലാവരോടും അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഈ അഭിഭാഷയ്ക്കൊപ്പം തന്നെയാണ് നിങ്ങൾ? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ എല്ലാ സഹായത്തിനും നമ്മളിപ്പോൾ അതാണ് ബാർ അസോസിയേഷനിലെ മുഴുവൻ ഭാരവാഹികളും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ അഡ്വക്കേറ്റ്സും എല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. സംഭവം നടന്ന മുതൽ ഇത് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയാണ്, ലേഡി മെമ്പറാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനോടൊപ്പം തന്നെയുണ്ട്, ഈ കുട്ടിയോടൊപ്പം തന്നെ ഉണ്ട് എപ്പോഴും. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് ഇയാളെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, കേട്ടിരുന്നോ? ബാർ അസോസിയേഷനിൽ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പരാതിയൊന്നും ഇതുവരെയും ആരുടെ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് ഓഫീസിലെ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും. അതെ. പിന്നെ ഇരയായിട്ട് സംസാരിച്ചിരുന്നു? എന്താ സംസാരിച്ചിരുന്നു? തീർച്ചയായിട്ടും സംസാരിച്ചു. ഇപ്പോഴും നമ്മൾ അകത്ത് കയറി. പക്ഷേ ഇപ്പം നമ്മൾ അവിടെ മൊഴിയെടുക്കുകയും ബാക്കി നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. നമ്മൾ ഈ സംഭവം നടന്നപ്പോൾ മുതൽ നമ്മളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താണ് ഇതിനകത്ത് കൂടുതൽ സംഭവങ്ങളെന്നുള്ളത് നമ്മളിനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. യുവതി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നു? ഇല്ല. നേരത്തെ ഇതിനു മുമ്പ് ഒരു പരാതിയും ബാർ അസോസിയേഷന് കിട്ടിയിട്ടില്ല. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സംഭവത്തിന് ശേഷം എന്താണെന്ന് പറഞ്ഞു? ഇല്ല, പിന്നീട് ഇപ്പം വീണ്ടും അന്വേഷണവും അങ്ങനെ അതിലോട്ട് പോയതേ ഉള്ളൂ. ഇനി നമ്മൾ അന്വേഷിക്കാതിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് ഇങ്ങോട്ട് പോകുന്നില്ലേ, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എപ്പോഴാണ് കറക്റ്റായിട്ട് സമയം ഓർമ്മയില്ല. ഉച്ചയ്ക്കായിരുന്നു സംഭവം ഉണ്ടായത്. എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായതാണെന്ന്? സീനിയർ ജൂനിയർ തമ്മിലുള്ള എന്തോ ഇഷ്യമാണ്. കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വ്യക്തമായിട്ട് പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. പിന്നെ തുടർ ചികിത്സയും കാര്യങ്ങളുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അതുകൂടാതെ വനിതാ കമ്മീഷനും നിർണായകമായ തീരുമാനം ഈ ഒരു സംഭവത്തിൽ എടുത്തിരിക്കുകയാണ്. ഈ ഒരു സീനിയർ അഭിഭാഷകനെതിരെ വളരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് വനിതാ കമ്മീഷനും ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. FIR ഉൾപ്പെടെ രേഖപ്പെടുത്തി ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അതേക്കുറിച്ച് പരിശോധിച്ചിരിക്കുകയാണ്. കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വനിതാ കമ്മീഷൻ ഇതിൻ്റെ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കറക്റ്റായിട്ടുള്ള സെക്ഷൻസെല്ലാം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും ഈ ഒരു ശാലിനി എന്ന അഭിഭാഷകയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു അഭിഭാഷകൻ വളരെ ശക്തമായി തന്നെയാണ് ഈ ഒരു അഭിഭാഷകയെ ആക്രമിച്ചിരിക്കുന്നത്. ആ ഒരു നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. വലതുവശത്ത് ഈ ഒരു കവിളിൽ വലിയ രീതിയിലുള്ള ആഘാതമേറ്റതിൻ്റെ നമുക്ക് പാടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു തവണയല്ല, ഒന്നിൽ തവണ ഈ ഒരു അഭിഭാഷകൻ ഈ ഒരു അഭിഭാഷകയെ മർദ്ദിച്ചു എന്ന് വേണം നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.